നമസ്കാരം ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, ഷാജോൻ ചേട്ടാ, പ്രചോദേട്ടാ. ഓക്കെ, അപ്പൊ ഉഷാറായിട്ട് പിന്നെ തുടങ്ങിയാലേ? തുടങ്ങാം. ഇന്ന് ഒരു സന്തോഷമുള്ള സമയമാണ്, നിമിഷമാണ്. എന്താണ്? ഒരു പുതിയ ടീം വരുന്നു. പുതിയ ആൾക്കാർ വരട്ടെ. എന്റെ അറിവ് ശരിയാണെങ്കിൽ അവരാദ്യമായിട്ടാണ് ഒരു ഫ്ലോറിൽ വന്ന് പെർഫോം ചെയ്യാൻ പോകുന്നത്. അത് ഇവിടെ നമ്മൾ ഐശ്വര്യമായിട്ട് നമ്മൾ തുടങ്ങാൻ പോവാണ്. ലെറ്റ്സ് വെൽക്കം 3 പേര്. ആ വരവിൽ തന്നെ നല്ല കോൺഫിഡൻസ് കാണുന്നുണ്ട്. കോൺഫിഡൻസ് നമ്പർ 1 പേര് അനീഷ്, സുധീഷ്, സഞ്ജു. അതാണ് ഷാജോൻ ചേട്ടൻ. അറിയാവില്ല പിന്നെ പറയേണ്ട കാര്യം. അവന് ഇവരെ കാണുമ്പോ ഇവര് മോശക്കാരല്ല. എവിടെ നിന്ന് നിങ്ങൾ വരുന്ന സ്ഥലം പറ. ഞങ്ങളെ കല്ലമ്പലം. സഞ്ജു മീശ വരച്ചാണോ ഒട്ടീരാണോ? അത് ഒട്ടീരി കുറച്ച് കൊള്ളാം. അപ്പൊ ഇത് ഫസ്റ്റ് ടൈം ആണ് നിങ്ങൾ ഒരു വേദിയിൽ പെർഫോം ചെയ്യാൻ പോകുന്നത് അല്ലേ? അതെ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ കുടുംബത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം 3 പേർക്കും. ഫുൾ സപ്പോർട്ടായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ട് അല്ലേ പ്രചോദനം? കൈയടിക്കാൻ എന്താ നോക്കാം. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ എന്നാ പിന്നെ തുടങ്ങല്ലേ? തുടങ്ങാണ്. ഇത് ഐറ്റം വേറെ. മൊത്തം ഇരുട്ടാണ്, അതിനകത്തിരിപ്പാണ്, കത്തണ വെയിലെത്തും കണ്ണ് കാണാതിരിപ്പാണ്. എന്റെ അമ്മ, എനിക്കറിയാം നിങ്ങളിങ്ങനെ വിളിച്ച് ഓർമ്മിപ്പിക്കണ്ട. ഈ ജോലിയും കൂടെ കിട്ടിയില്ലെങ്കിൽ ചോറ് തരത്തില്ല, അത്രയല്ലേ ഉള്ളു. വെച്ചിട്ട് പോയി ഒന്ന്. ദൈവമേ, ഈ ഇന്റർവ്യൂ എങ്കിലും പാസ്സാക്കി തരണേ. ഇങ്ങോട്ട്. നീ എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? പുഷപ്പ്. നീ എത്ര അടിക്കൂടാ? ഞാൻ അങ്ങനൊന്നുമില്ല, ഞാൻ ഏത് ബ്രാൻഡിൽ അടിക്കും. എന്തായിരുന്നു? ഏത് ബ്രാൻഡ് കിട്ടിയാലും അടിക്കുമെന്ന്. ഞാൻ അടിക്കുമെന്നുള്ള കാര്യമല്ല ചോദിച്ചത്. നീ പുഷപ്പ് എത്ര അടിക്കുമെന്ന്. അതങ്ങനെയൊന്നുമില്ല. നിങ്ങൾ പറയപ്പോഴേ വ്യക്തത വേണം, മനസ്സിലായില്ലേ? ആണ്ട് ഈ ചുണ്ടോണ്ട് ഇങ്ങനെ പോയി മേലെ അട്ടണം. ഈ പുഷപ്പ് എന്ന് പറയുമ്പോഴേ പുഷപ്പ് ഇങ്ങനെയാണോ ഞാൻ പറഞ്ഞ? പുഷ് അപ്പ്. നീ ഇങ്ങനെയുള്ള പരിപാടിയും കാണിച്ചോണ്ടിരിക്കാതെ വല്ല ജോലിക്കാ പോവാൻ നോക്കടാ. പൊന്നു ബ്രോ, ജോലി കിട്ടണ്ടേ എന്ന് പറഞ്ഞോണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഗാർഡമായിട്ട് അങ്ങോട്ട് അധ്വാനിക്കണം. നമ്മൾ വിചാരിച്ചാ നടക്കാത്ത വല്ല കാര്യം ഉണ്ടാ? എനിക്കും ആഗ്രഹം ഉണ്ടോ അങ്ങനെയൊക്കെ വിചാരിക്കണമെന്ന്. പക്ഷെ പറ്റണ്ട അണ്ണ. നീ വേറെ എന്തെങ്കിലും പണിക്ക് പോയിട്ടുണ്ടോ? ഇഷ്ടം പോലെ പണിക്ക് പോയിട്ടുണ്ട്. എന്തൊക്കെ പോയിട്ടുണ്ട്? ഞാൻ ഡപ്പർ ഓട്ടാൻ പോയിട്ടുണ്ട്. ഡപ്പർ ഓട്ടാനേ, റബ്ബർ വെട്ടാ. പറ. രാവിലെ എണീക്കണ, രാവിലെ എണീച്ചിട്ട് ഭയങ്കര വിഷയമാണ്, ഭയങ്കര തണുപ്പാണെങ്കിൽ പിന്നെ പോവാൻ പറ്റൂടാ. അത് ശരിയാണ്. പിന്നെ വേറെ എന്തൊരു പണിക്ക് പോയിട്ടുണ്ട്? ഞാൻ ടൈലിന്റെ പണിക്ക് പോയിട്ടുണ്ട്. ടൈലിന്റെ പണിക്കൊക്കെ പോയിട്ടുണ്ട്. ഈ പൊടിയുടെ അലർജിയാണ്, എനിക്ക് പറ്റത്തില്ലെന്ന്. പൊടിയുടെ അലർജിയാണ് ഭയങ്കര പാടാണ്. പിന്നെ വേറെ എന്തൊരു ജോലിക്ക് പോയിട്ടുണ്ട്? അവസാനം ഞാൻ പോയി പെയിന്റ് പണിക്ക് പോയി. അതിലെങ്കിലും രക്ഷപ്പെട്ട്. എന്നാ ഈ ഏണി കേറണം, അതിന്റെ മണ്ട പോയിട്ട് താട്ട് നോക്കുമ്പോഴേ തല ഇറങ്ങും. അല്ല, അങ്ങനെ ആയിക്കഴിഞ്ഞാലേ വലിയ പാടാ. നീ ഒരു കാര്യം ചെയ്യാൻ തരാ. നീ പഞ്ചായത്ത് വരെ അപേക്ഷ കൊടുക്കാന്നത്. അത് ഞാൻ കൊടുത്തു. ഈ സ്വയം തൊഴിലിന് കൊടുത്തണ്ണ. ഞാൻ പറഞ്ഞു, ഞാൻ പാവപ്പെട്ടനാണ്, എനിക്കൊരു ലോട്ടറി കച്ചവടം നടത്തണം, നല്ല കാര്യം, ഒരു വണ്ടിയൊക്കെ വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് വണ്ടിക്ക് അപേക്ഷ എഴുതി കൊടുത്ത് കിട്ടിയാ? അവര് പറയണേ വണ്ടി തരത്തില്ലെന്ന്. അതെന്തൊരു വേലയുടെ. നീ ഒരു സ്വയം തൊഴിൽ ചെയ്ത് ജീവിക്കാൻ നല്ല കാര്യമല്ലേ അല്ലേ? നീ ഏത് വണ്ടിക്ക് കൊടുത്തത്? ഡ്യൂക്ക്. നീ പോ. എനിക്കൊരു ഇന്റർവ്യൂവിന് പോവാൻ നിൽക്കുന്നുണ്ട്. ഞാൻ ഇപ്പൊ ഒന്നും പറയുന്നില്ല, എനിക്ക് ബസ് വരാൻ സമയമായി. താകൃതാളം നല്ല താകൃതാളം, താകൃതാളം നല്ല താകൃതാളം. ജീവിക്കാൻ നീ സമ്മതിക്കില്ലല്ലോടാ. ഭൂതം ഭാവി വർത്തമാനം പറയും. ഈ ഭൂതം വന്ന് ഭാവിയും വർത്തമാനമൊക്കെ പറയുന്നതിന് ഇയാൾക്ക് എന്തോടെ കാര്യം? അതല്ലടാ, കൈ നോക്കി ഫലം പറയും. നല്ല സാധനം. സെക്കൻഡ് ഹാൻഡ് മേടിച്ചോ. കൈ നോക്കി ഫലം പറയും. എന്റെ കാലും കൂടെ നോക്കി പറയോ? അത് പൊളിച്ച്. അങ്ങനെയല്ലടാ ഞാൻ ഉദ്ദേശിച്ച. നല്ല ഐശ്വര്യമുള്ള മുഖമാണ്. അത് ഇവിടെ എല്ലാവർക്കും അറിയാം. ചുമ്മാ പറഞ്ഞാണ്. സത്യം പറഞ്ഞാൽ ഞാൻ എന്താണ് ഇവിടെ വന്നതെന്ന് നിനക്ക് അറിയാമോ? എനിക്കെങ്ങനെ അറിയാം? നിന്റെ മുഖം കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. പറയൂ. നിന്നെ ഒരു പെൺകുട്ടി ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അത് ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ല. നിനക്കറിഞ്ഞൂടെ പെൺകുട്ടി സ്നേഹിക്കുന്ന കാര്യം? അണ്ണാ
എനിക്ക് അറിഞ്ഞൂടാ. അവൻ അറിഞ്ഞൂടാ, പക്ഷെ എനിക്കറിയാം. പക്ഷേ ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ എനിക്കറിയാടാ ഈ കാര്യം. നിങ്ങളുടെ മോളാണ് അത്? എന്റെ മോളല്ല, ഞാൻ ചോദിച്ചത്. വേറൊരു പെണ്ണാണ്. ആ, നിനക്ക് അറിയണോ? അറിയണമെന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം ഉണ്ട്. പറഞ്ഞാ കൊള്ളാം. ഇതെന്തിന്? അല്ല, കൈ നോക്കി എന്തേലും പറയാന്ന് പറഞ്ഞു. ഐശ്വര്യായിട്ട് എന്തെങ്കിലും തരിക. ആണ്ടേ, ഈ ഒരു കാര്യത്തിൽ ഞാൻ ഒരു പിശുക്കം കാണിക്കൂല. 5 രൂപ കഞ്ഞി. ഉച്ചക്ക് കഞ്ഞിയാന്ന് പറഞ്ഞാണ്ട. അങ്ങനെ നമുക്ക് ചീട്ടെടുക്കാം. 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 നിങ്ങൾ വന്നപ്പോഴേ, ഈ ചീട്ടും കൊണ്ട് വന്നപ്പോഴേ എനിക്ക് തോന്നി ചീട്ടടിപ്പിക്കുമെന്ന്. ആ. ഈ സാധാരണ തത്തയാണല്ലോ ചീട്ടെടുക്കുന്നത്. അതെ. നിങ്ങൾ ഈ തത്തയെ പിടിച്ചിരുന്ന കൂട്ടിൽ ഈ പൂച്ചനെ പിടിച്ചിട്ടേക്കുന്നതിന്റെ കാര്യം എന്തിനാണ്? തത്തേനെ പൂച്ച പിടിച്ച്. പൂച്ചനെ ഞാൻ കൂട്ടിലടച്ച്. അപ്പൊ ഈ പൂച്ച വന്ന് കാർഡ് എടുക്കുവോ? പൂച്ച കാർഡ് എടുക്കൂല. പൂച്ച തത്തേനെ വയറ്റിലുണ്ടല്ലോ. തത്തേരെ വയറ്റില് ഉണ്ടല്ലോ. ആ സാമീപ്യം ഇവിടെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളവിടെയൊക്കെ ചീട്ടെടുക്കാന്ന് പറഞ്ഞാൽ വലിയ പാടുള്ള കേസൊന്നുമില്ല. നമ്മൾ ഇങ്ങനെ അങ്ങ് എടുക്കും ചീട്ട്. ഇങ്ങനെ അങ്ങോട്ട് എടുത്തതിന് ശേഷം 2 കുത്തൊക്കെ തലയിൽ അങ്ങോട്ട് അടിച്ചിട്ട് നല്ല അടി 2-3 ഇങ്ങനെ അങ്ങോട്ട് അടിക്കണം. പൈസ ഉണ്ടെങ്കിലേ കളിക്കാവൂ. നീ ചീട്ട് ഇത് ഷഫിൾ ചെയ്തില്ലെങ്കിൽ മിക്സ് ആകത്തില്ല. അതാണ് കുഴപ്പം. മിക്സ് അങ്ങോട്ട് ആക്കിയതിനു ശേഷം ഇവിടെ അടിച്ച്, ഇവിടെ അടിച്ച്, ഇവിടെ അടിച്ച്. ഗുലാം പെർസ, റമ്മി പെർസ, അസം പെർസ, ലിംഗ പെർസ, പെർസ, ഗുലാം പെർസ. പിന്നെ അലമ്പിലൊന്നുമില്ല, പൈസക്കാണെങ്കിലേ ഉള്ളു. എനിക്ക് 1 മണിക്ക് പോണം. പെണ്ണുമ്പളെ ചോറിന് ഞാൻ വിളിക്കും. നിങ്ങൾ എപ്പോഴാ പോയി? കളിക്കണ്ടേ? എന്റെ കാർഡെല്ലാം സെറ്റ് ആയിട്ട് എനിക്ക് സൂപ്പറാ. മൊത്തം ഗണപതി ശിവനൊക്കെ തണ്ടാ. ശിവനും പാർവതി മാത്രമേ ഉള്ളൂ. നീക്ക് എന്താ കാണിക്കണ? ഭഗവാന്റെ അടുത്താണോ നിന്റെ ഈ കളി? അല്ല, ഞാൻ പിന്നെ അത് നിങ്ങൾ പറഞ്ഞോണ്ടല്ലേ കാർഡ് എടുത്ത്. നിനക്ക് ജീവിക്കണ്ടേടാ. ജീവിക്കണം. കണ്ണെടുത്തൊരു ചീട്ടെട്. ചീട്ടെടാ. എന്ത് ചീട്ടെടുത്തു. തരിക. എവിടാ? തരിക. എവിടാ? ശുഭലക്ഷണം. ജോൺസിന. ഞാൻ പോണ്. ഞാൻ എന്തേലും അമേരിക്കയില കാർഡ് എടുക്കാൻ വന്നേടാ. സോറിടാ. വീട്ടിലെ പുള്ളരെടുത്ത് എത്ര പറഞ്ഞാലും കേൾക്കൂലടാ. എന്താണ്? റെസലിംഗ് കാർഡും ഭഗവാന്റെ ചീട്ടും കൂടെ ഒരുമിച്ച് വെക്കും. 2 ദിവസം മുമ്പേ ഒരു അമ്മ വന്ന് ചീട്ടെടുത്ത് എടുത്തതാ അണ്ടർടാക്കർ. അത് കൊള്ളാം, അത് കൊള്ളാം. ആ ചിരി തീർന്നെങ്കിൽ ഇങ്ങോട്ട് വരാമോ? എടാ, നിനക്ക് ജീവിക്കണ്ടടാ. നിന്നെ കുറിച്ച് കുറെ കാര്യങ്ങൾ എനിക്ക് അറിയാം. എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കറിയണ്ട. നിങ്ങളെ പറ്റിയൊന്നും ഇവിടെ ഒരു കാര്യം കേൾക്കാനില്ലല്ലോ. എന്റെ പ്രവചനങ്ങൾ നീ വല്ലതും കേട്ടിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് നിന്നെ മനസ്സിലാക്കാത്തത്. അറിയണ്ടേ? അറിഞ്ഞാലേ നമുക്ക് അതിനെ പറ്റി അറിയാൻ പറ്റൂ. എന്റെ കുട്ടിക്കാലം അതൊരു 30 വയസ്സൊക്കെ ആയപ്പോ വളരെ ചെറിയ പ്രായമാണ്. ഞാൻ പറഞ്ഞു എന്റെ അച്ഛൻ 3 വയസ്സുള്ളപ്പോ മരിച്ചു പോകുന്നു. എങ്ങനെ? അല്ല, അച്ഛൻ 3 ദിവസത്തിനുള്ളിൽ മരിച്ചു പോകുന്നു. ഞാൻ പറഞ്ഞു അങ്ങനെ. എന്നിട്ട് മരിച്ചാണോ? ഇല്ലടാ, നേരത്തെ കിണറ്റിയിട്ട്. നമുക്ക് പ്രവചനം അല്ലടാ മെയിൻ. പറയുന്നത് നിങ്ങൾ ഉടായ്പ്. ഇപ്പൊ നടക്കാൻ കാര്യം പറയാം. ഇപ്പൊ നടക്കുന്ന കാര്യം പറ. സമ്പടപട സിപ്പപ്പ. അവനുണ്ട്, ഇവനുണ്ട്. ആരുമില്ല. എനിക്ക് ആരുമില്ല. ഞാൻ പറഞ്ഞുതരാം. നിനക്ക് സംഭവിക്കുന്ന കാര്യം. നിന്റെ സമയം ഇപ്പൊ ഇത്തിരി മോശമാണടാ. ഇനി നിങ്ങൾ വിട്ടോ. ഇത്ര നേരം നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഇവൻ പറഞ്ഞ ശരിയാണ്. നിങ്ങൾ ഉഡായിപ്പ് തന്നെ. നിങ്ങൾ ഇത്ര നേരം പറഞ്ഞ നല്ല സമയമാണ്. ഇത്ര സമയത്തിന് മോശമാണ്. അത് എന്തൊരു കാര്യം പറയാൻ അങ്ങോട്ട് ഞാൻ പറഞ്ഞുതരാം. സമയം ഇപ്പൊ എത്ര മണിയായി? സമയം 10:30 മണി കഴിഞ്ഞു. നിനക്ക് ഇന്റർവ്യൂ എത്ര മണിക്കായിരുന്നു? 9-നും 9:30ക്കും ഇടയ്ക്ക്. ഇന്റർവ്യൂ കഴിഞ്ഞില്ലേ? അയ്യോ, കഴിഞ്ഞ ജോലി പോയില്ലേ? ജോലി പോയെന്ന്. പ്രവചനം ശരിയായില്ലേ? ഇപ്പോഴാണ് പ്രവചനം ശരിയായത്. ജോലി തുടക്കം കലക്കി. നല്ല കൈയടി. കൊള്ളാം കേട്ടോ. നിങ്ങൾ 3 പേരും നല്ല ആർട്ടിസ്റ്റുകളാണ്. ഈ വേദിയിൽ വന്ന് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. നിനക്ക് നാണവും ഇതൊന്നുമില്ല. നാണവും മാനമില്ല. നാണവും പേടിയും നമ്മൾ ജഡ്ജസ് ആണെന്ന് ഓർത്ത് പറഞ്ഞാണോ അതോ? അല്ല ഷാജോണേ, പ്രവചനമാണ് മുഖ്യം. നാണവും പേടിയില്ല എന്ന് പറയുന്നത് തന്നെ ഒരു ആർട്ടിസ്റ്റിന്റെ ഏറ്റവും വലിയ കഴിവാണ്. കാര്യം ഇത്രയും പേരുമൊക്കെ ഇത്രയും ക്യാമറ ഒക്കെ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു നാണവും ഇല്ലാതെ ഒരു പേടിയില്ലാതെ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു തന്റെ ഇടം തന്നെയാണ്. നിങ്ങൾക്കൊക്കെ എത്ര വയസ്സുണ്ടോ എന്ന് പറഞ്ഞേ? സുധീഷ് 28. അനീഷ് 24. സഞ്ജു 26. അല്ല, ഞാൻ ഫസ്റ്റിലെ കയറി ഇവന്മാര് കൊള്ളാന്ന് പറയുകയും ചെയ്ത് പുറത്തിറങ്ങുമ്പന്മാര് വട്ടം കൂടി അടിക്കുവോ? പറയണ്ടായിരുന്നു എങ്ങനെയെങ്കിലും. ഇതിന്റെ അകത്ത് സത്യം പറയും സ്കിറ്റിനുള്ളിലെ തമാശകളുടെ ഏരിയകൾ കുറവാണെങ്കിലും നിങ്ങളുടെ അഭിനയശൈലി ഭയങ്കര രസമായിരുന്നു. നിങ്ങൾ ഉള്ളത് നല്ല വൃത്തിയായിട്ട് ചെയ്തു. അതൊരു നല്ല കാര്യം തന്നെയാണ്. ഓൾ ദ ബെസ്റ്റ്. പ്രചോദേട്ടാ, 3 പേരും ഈ നമ്മൾ സ്റ്റേജിൽ ചില ആർട്ടിസ്റ്റുകൾ തെറിച്ച് നിൽക്കുക എന്ന് പറയാം. അതായത് നല്ല വൈബായിരിക്കും. ആ ഒരു വൈബ് നിങ്ങൾ തുടക്കം മുതൽ കീപ്പ് ചെയ്തിട്ട് തീരുന്നിടം വരെ ഇങ്ങനെ തെറിച്ച് നിൽക്കുക എന്ന് പറയും. തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൻ്റെ ഒരു ഹൈ ലെവലിലേക്ക് വരേണ്ട 3 ആർട്ടിസ്റ്റുകളാണ്. അതുപോലത്തെ നല്ല ഗംഭീര ആർട്ടിസ്റ്റുകളാണ്. നിങ്ങളുടെ ജോലി എന്താണ്? സുധീഷിന്റെ ജോലി എന്താണ്? ഡ്രൈവിംഗ് ഉണ്ട്. എല്ലാ പണിക്കും പോവും. അനീഷോ?
ഞാൻ മെക്കാനിക്കാണ് ബൈക്ക്. വീട്ടിലാരൊക്കെ ഉണ്ട് അനീഷിന്റെ? വീട്ടില് അമ്മ, അച്ഛൻ, പിന്നെ ഞാൻ, നമ്മൾ രണ്ടുപേരും വീട്ടിലാണ്. ഓ ചേട്ടൻ വെരി ഗുഡ്. പിന്നെ അതല്ലേ ആദ്യം പറയേണ്ടത്. ഞാൻ സുധീഷ്. അല്ല, ഇപ്പൊ എന്റെ കാര്യം പറയുന്നില്ല. അല്ല പറയട്ടെ, ആദ്യം അനീഷോട് ചോദിക്കുമ്പോ ഇത് ബ്രദറാണെന്ന് പറയണ്ടേ. സഞ്ജു വീട്ടിൽ എന്താ ചെയ്യുന്നത്? വേറെ പരിപാടികൾ? സർവേറായിട്ട് ജോലിയായിരുന്നു. പണിയൊന്നും ഇല്ല. എല്ലാ ജോലിക്കും പോകും. മേശപ്പണി, വെൽഡിങ്, അങ്ങനെ എല്ലാ മേഖലയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ആക്ടിവിറ്റീസ് മൊത്തം അത് അമ്പിളിച്ചല്ല ഏതോ ഒരു സിനിമ ചെയ്തൊരു ഫിഗറും ഉണ്ട്. അടിപൊളി കേട്ടോ, നിങ്ങളൊരു നല്ല വൈബാണ്. ഇത് ഇങ്ങനെ കീപ്പ് ചെയ്ത് പോവാം. താങ്ക് യു സർ. താങ്ക് യു ചേട്ടാ. ഷാജൻ ചേട്ടാ, നിങ്ങളെ 3 പേരെയും ഞങ്ങൾ ഇങ്ങനെ എടുക്കുക കേട്ടാ. ഉഗ്രം വൈബാണ് ചക്കരകളെ. 3 പേരും പൊളി കക്ഷികളാണ്. അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ 3 പേരും പൊളിയാണ്, അടിപൊളിയാണ്. ഇതേ വൈബോട് കൂടി ഗംഭീരമായിട്ട് മുന്നോട്ട് പോവാ. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഇവിടെ 1 മാർക്കിന് 1000 രൂപ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? അപ്പൊ പിന്നെ നമുക്ക് കൈവാടാതെങ്കിൽ വാങ്ങിക്കാം. പ്രജുദേട്ടാ എത്ര? ഞാൻ കൊടുക്കും. എത്ര? ഞാനൊരു 10,000 രൂപ അത് തന്നെ കിട്ടി. ഷാജൻ ചേട്ടാ, ഞാനൊരു 5000 രൂപ കൊണ്ട് കൊടുക്കും. 5000 ശരിക്കാ തുടക്കമാണ്. ബാക്കി ഞാൻ അറേഞ്ച് ഇനിയും വരാൻ വേണ്ടിയിട്ടുള്ളത് അങ്ങ് കൊടുക്കുകയാണ്. ടോട്ടൽ എമൗണ്ട് 25,000. പോരാ, ഇത് പോരാന്ന് പറ. ഇത് ഫുള്ളാക്കും ഞങ്ങള്. അങ്ങനെ ആക്കാം. അതാണ് വേണ്ടത്. താങ്ക് യു. അടുത്ത പ്രാവശ്യം കാണാം. ഓക്കെ. ട്രെയിൻ നമ്പർ 102116 എറണാകുളം മധുഗാവ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് തൃശൂർ സ്റ്റേഷൻ 2ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു. യാത്രിക കൃപയാ ധ്യാൻ ദീജിए. गाड़ी नंबर 102. ഹലോ, താല്പര്യമില്ല. ഹേ അല്ല, കിട്ടില്ല. മനസ്സിലായില്ല? ഇല്ല, എനിക്ക് അങ്ങ് പിടുത്തം കിട്ടിയില്ല. ഞാന് അലക്സാണ്ടർ. ഞാൻ ഡേവിഡ്. നിങ്ങൾ ഈ ഫേസ്ബുക്കിൽ നിങ്ങളുടെ പേര് വേറെ ആണല്ലോ. ഡേവിഡ് ഡിക്സൺ. ഇൻസ്റ്റയില് ഡിക്സൺ ഡേവിഡ്. അത് പല പല ചേഞ്ചിലാണ് നമ്മൾ അങ്ങനെ പോകണം. അതെ, റേഷൻ കാർഡില് തമ്പി. ശരിക്കും പേര് തമ്പി. എനിക്ക് ആദ്യം മനസ്സിലായില്ല കേട്ടോ അലക്സാണ്ടറെ കണ്ടിട്ട്. അതെന്താ? ഞാൻ കന്നഡ വെച്ചേക്കണോണ്ടേ ചെറിയൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. എന്ത് പറ്റി? ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറോട് പറഞ്ഞു വെച്ചെന്നിട്ട് കണ്ണ് കാണാൻ പാടില്ലെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ വിളിച്ച് കണ്ണ് ഓപ്പറേഷൻ ചെയ്തു. അതാണ് അങ്ങനെ പറ്റിയതാ. ഇപ്പൊ കുഴപ്പമില്ലേ? എങ്ങനെ വന്നു? ഞാൻ കുർള. എന്തിനാ കുറഞ്ഞതിന് വന്ന് കൂടിയതിന് വരാൻ പാടില്ല? അതല്ല, കുർള എക്സ്പ്രസ് ഇല്ലേ, അതിന് കയറി ഇങ്ങ് പോന്നു. AC-ലായിരിക്കും അല്ലേ? AC-ലായിരുന്നു. പിന്നെ TTR വന്ന് പിടിച്ചിട്ട് പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. ടിക്കറ്റ് എടുത്തില്ലേ? അങ്ങനെ എന്തിനാ നമ്മൾ ഇതിന്റെ പാട് കഴിക്കേണ്ട കാര്യമില്ല. ഞാൻ തന്നെ ഇപ്പൊ തന്നെ എടുത്തിട്ടുള്ളൂ. നിസ്സാര കാശിയല്ലേ, 5 രൂപയുടെ കേസ് കെട്ടുള്ളൂ. നമ്മൾ എന്തിനാ അതൊക്കെ കുറക്കണത്? റെയിൽവേ ടിക്കറ്റ് 5 രൂപ. പിന്നെ അല്ലാണ്ട് ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ? ഇത് പ്ലാറ്റ്ഫോം ടിക്കറ്റ്. ട്രെയിനെ കയറാൻ പറ്റൂല ഇതുകൊണ്ട്. പറ്റില്ലേ? ഇത് പ്ലാറ്റ്ഫോം പോലെ ഇരിക്കാൻ പറ്റുള്ളൂ. അതെ, ഇതും കൊണ്ടാണ് വന്നേക്കണേ. പിന്നെ പഴയ പരിപാടിയൊക്കെ ഉണ്ടോ സുഹൃത്തെ? പിന്നെ ഓർക്കണ്ടല്ലേ പഴയ കാര്യങ്ങള്. നമ്മള് ഇപ്പോഴും സിംഗർ തന്നെയാണ്. അതെ, പ്രോഗ്രാമിനൊക്കെ പോകാറുണ്ട് ഇടയ്ക്ക്. ഈ കഴിഞ്ഞ പഞ്ചായത്ത് മേളയ്ക്ക് എനിക്കായിരുന്നു ഏറ്റവും നല്ല പാട്ടുകാരൻ എന്നുള്ള ഒരു അവാർഡൊക്കെ കിട്ടി. അപ്പം ഖത്തറില് മലയാളി അസോസിയേഷന്റെ പ്രോഗ്രാമിന് പോകണമെന്ന് പറഞ്ഞു. അതൊക്കെ അങ്ങനെ ഓക്കെ ആക്കി വെച്ചു. പക്ഷെ എനിക്ക് താല്പര്യമില്ല. അല്ല, എന്താ പോകാൻ? എന്താ പരിപാടിക്ക് പോകാൻ പാടില്ലായിരുന്നു? അവരുടെ ഡിമാൻഡ് ഒന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെയൊന്നും പറഞ്ഞു. നമുക്കൊരു പരിപാടി കിട്ടാൻ നമ്മൾ പോകേണ്ടത്. അതല്ലെന്ന് അവര് പറയണത്. നമ്മൾ ഫ്ലൈറ്റേ കയറി കഴിഞ്ഞാൽ സീറ്റിൽ ഇരിക്കാൻ പാടില്ല, സീറ്റ് ബെൽറ്റ് ഇടാൻ പാടില്ല, ഫ്ലൈറ്റിന്റെ അവിടെ ഡോറിന്റെ അവിടെ ഇങ്ങനെ നിൽക്കണമെന്ന് നമ്മള്. അതെങ്ങനെ നടക്കണേ? അപ്പൊ മലയാളി അസോസിയേഷന്റെ പരിപാടി കൊണ്ടുപോയതല്ല, ഏതെങ്കിലും മലയിൽ നിന്ന് എടുത്ത് താഴത്തേക്ക് ഇടാനായിട്ട് കൊണ്ടുപോയതാ. പിന്നെ സുഖമല്ലേ? പിന്നെ അങ്ങനെ ഞാനും ഇവിടെ ഒരു ബിസിനസ് പരമായിട്ടൊക്കെ അങ്ങനെ പോകുന്നു. കല്യാണം കഴിച്ചാണോ? കല്യാണം കഴിച്ചില്ല. എന്താ കഴിക്കാൻ പറ്റില്ല. ഒരുപാട് പെണ്ണ് കണ്ടു, ഇഷ്ടപ്പെട്ടില്ല. ആർക്ക്? പെണ്ണിന് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയല്ലേ? നീ എങ്ങനെ കല്യാണം? ഇല്ല, ഞാൻ കഴിച്ചില്ല. നമ്മുടെ ഒരു ഇതിനനുസരിച്ച് ഒരു പെൺകുട്ടി കിട്ടണമല്ലോ. അത് കിട്ടണമല്ലോ. അത് കിട്ടണം. അല്ലാന്നുകൊണ്ട് ഞാൻ കല്യാണം കഴിച്ചില്ല. ഓക്കെടാ. ഏതായാലും കണ്ടതിൽ സന്തോഷം അളിയാ. ഓക്കെ, നമുക്ക് നാളെ കാണാം. ഓക്കെ.
എടാ പോലെ എന്റെ പേഴ്സ് മിസ്സായല്ലോ. എന്റെ പേഴ്സ് മിസ്സായി. അത് അവിടെ വല്ലയിടത്തുണ്ടാവും. ഇല്ല, ഇപ്പൊ നമ്മളിപ്പോ ജസ്റ്റ് ഞാൻ ഇവിടെ തപ്പി നോക്കുകയാണ്. നമ്മൾ തമ്മിൽ കെട്ടിപ്പിടിച്ചപ്പോഴാണ് അത് പോയത്. ഞാനങ്ങനെ അയ്യോ നോക്കിക്കേ, ജസ്റ്റ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്ക്. ജസ്റ്റ് അയ്യോ എന്റെ മാല കാണില്ല. മാല കാണില്ലേ? എന്റെ മാല കാണില്ല. അതാരെടുത്തോണ്ട് പോയി? അതാണ് നമ്മളിപ്പോ കെട്ടിപ്പിടിച്ചല്ലോ, അപ്പൊ എന്റെ മാല കാണില്ല. ഇതിപ്പോ വേറെ ആരും അറിഞ്ഞിട്ടില്ല. ആ പേഴ്സിൽ നിന്ന് വന്ന മാലയാണെന്ന് തരാം. വെച്ചോ. വേറെ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടല്ലേ? എങ്ങനെ വന്നടാ? നീ എന്തിനാ ഇവിടെ വന്നത്? എന്റെ ഏരിയ ഇതല്ല, ഞാൻ എയർപോർട്ടിലായിരുന്നു. അതിന് അവിടെ ചെറിയ തിരക്കായോണ്ട് ഇങ്ങോട്ട് പോകുന്നു. നിന്റെ എവിടെയായിരുന്നു? ഞാൻ KSRTC-ലായിരുന്നു. KSRTC-ലായിരുന്നാ? ഒരു രക്ഷയില്ല അവിടെ. ചുമ്മാ അലക്സാണ്ടറൊക്കെ ഡേവിഡ് എന്നൊക്കെ വിളിച്ച് ചുമ്മാ വന്നേക്കെ ആണല്ലേ? പിന്നെ നമ്മളായിട്ട് ശല്യം ഉണ്ടാക്കരുത്. ആർക്കും ഒരു ശല്യം ഉണ്ടാക്കരുത്. നീ KSRTC തന്നെ പൊക്കും. ഞാൻ ഇന്നത്തെ ദിവസം ഇവിടെ നിന്നോളാം. നമ്മളെ പ്രൊഫഷണൽ കളയരുത്. നമ്മള് ലേഡീസ് വരുന്നു. നമ്മൾ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണേ. ആരെങ്കിലും പെണ്ണുങ്ങൾ വരുമ്പോ ഹാൻസും വെച്ചോണ്ടിരിക്കല്ലേ? ഹാൻസല്ലെന്ന് പിന്നെ മോഹൻലാലിന്റെ ഫിഗർ പിടിച്ചത് നീയാ? മോഹൻലാലിന്റെ ഫാൻസ് കാണല്ലേ? ഇതെന്താ ഈ കുലുക്കണ? എന്താ ഇത് ഇട്ടിട്ട് ഇളക്കണം? ഇതിപ്പോ വിളിച്ചിട്ട് കിട്ടുന്നില്ലതാ. വിളിച്ചിട്ട് കിട്ടണില്ല, ഇങ്ങനെ ഇളക്കിയാ മതിയോ? നമ്മ അവിടെയൊക്കെ അങ്ങനെ റബ്ബറും തോട്ടത്തിലേ മേളിൽ നിന്നിട്ട് ഇങ്ങനെ കാണിച്ച റേഞ്ച് വരും. അതെ. എന്താ എന്ത് പറ്റി? വിളിച്ചപ്പോ കിട്ടുന്നില്ല. അയ്യോ, സ്വിച്ച് ഓഫ് എന്നാ പറയുന്നത്. എന്ത് പറ്റി? ഇത് വേണ്ട, ഞാൻ അങ്ങനെ അപരിചിത. വേണ്ട അല്ല, പറ പെങ്ങളെ കാര്യം പറ. ഇല്ല, എനിക്കൊന്നും പറയാനില്ല. ഞങ്ങളോട് പറഞ്ഞിട്ട് പ്ലീസ്. എന്താ പറ്റിയത്? എനിക്കൊരാളുമായിട്ട് ഭയങ്കര പ്രേമത്തിലായിരുന്നു ഞാൻ. അതുകൊണ്ട് അയാളുടെ പേര് റെജീന്നാ. കോർഡിനേറ്റർ റെജിയാണോ? ജോലിയൊന്നും എനിക്കറിയത്തില്ല. ഒരാഴ്ചയായുള്ളൂ ഞാൻ പരിചയപ്പെട്ടിട്ട്. പക്ഷെ പുള്ളിക്കാരൻ ഇന്ന് 7 മണിക്ക് ഇവിടെ വരാനാ പറഞ്ഞേ. അവന്റെ കോൾ ടൈം 7 മണിയാണ്. കറക്റ്റ് എന്നെങ്ങാനും വല്ലതും പറഞ്ഞോ? അത് പറഞ്ഞു ഇവിടെ വന്ന് കറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. നമ്മുടെ കൂട്ടുകാരുണ്ട് റെജി. ഇപ്പൊ എന്താ പ്രശ്നം? എന്താ? ഞാനിങ്ങനെ ഇറങ്ങി വരികയും ചെയ്ത് ഇപ്പൊ പുള്ളിക്കാരനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അല്ല, പുള്ളിക്കാരനെ വിളിച്ചിട്ട് കിട്ടില്ല പറഞ്ഞ ആരുടെയും കൂടെ ഇറങ്ങി പോരുമ്പോ ഓർക്കണ്ടേ ഇത്? ദേഷ്യപ്പെടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മമ്മിക്കും പപ്പയ്ക്കും കൂടെ ഞാൻ ഒറ്റ മോളേ ഉള്ളൂ. ആണോ? ഇട്ടുമുടാനുള്ള സ്വത്തൊക്കെ ഉള്ള വീട്ടിലെയാ ഞാനും ഇട്ടുമുടാനുള്ള സ്വത്ത് ഉള്ള വീട്ടിലെയാ. ചേട്ടൻ എന്താ ഇട്ടുമുടാനുള്ള? എനിക്ക് മറ്റേ ഡെക്കറേഷന്റെ പരിപാടിയാ. ടർപ്പോളയും ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയൊന്നും പറഞ്ഞു പറ്റിക്കണ്ട. മോള് കാര്യം പറ. ഞാനിപ്പോ വീട് വിട്ടങ്ങ് ഇറങ്ങുകയും ചെയ്ത് ചേട്ടൻ അറിയാം ഇത് എന്താണ്? ഒന്നുമില്ല. അതല്ല, പറയട്ടെ. അവര് ഇല്ല, ഒന്നുമില്ലേട്ടാ. ഇല്ല, അങ്ങനെ ഇല്ലേട്ടാ, ഒന്നുമില്ലേട്ടാ. ഒരു ആങ്ങളെ പോലെ ചേട്ടാ ഒന്ന് മാറിയിക്കോ. മാറിക്കടാ, നിന്നെ കണ്ടാൽ തന്നെ അറിയാം. ഒരു പറ മോളെ. ചേട്ടാ, ഇതേ എന്റെ മമ്മിക്ക് മമ്മിയുടെ അമ്മ കൊടുത്ത പാരമ്പര്യ സ്വത്താണ്. ഇത് നിറയെ സ്വർണ്ണമാ. ഞാൻ അതും കൊണ്ടാ വന്നേക്കുന്നത്. റെജി പറഞ്ഞായിരുന്നു സ്വർത്ത് എല്ലാം എടുത്തോണ്ട് പറഞ്ഞേന്ന് പറഞ്ഞായിരുന്നു. ആണല്ലേ? ചേട്ടാ, ഇതാരോടും പറയല്ലേ? ഞാൻ ആരോടും പറയൂല. അവൻ അങ്ങനെ പറഞ്ഞ കാര്യം ഓർക്കുമ്പോഴേ. അല്ല, ഇന്നലെ റെജി എന്താ ഏട്ടാ കിട്ടാത്ത? അതിന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഒന്ന് വിളിച്ചു നോക്ക്. ഒന്ന് കോൾ ചെയ്ത് നോക്കട്ടെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിറച്ച് സ്വർണ്ണാണ് അതില്. നീ എന്നെ മാത്രം ഒഴിവാക്കി നിർത്തണം. നിന്നെ മാത്രം ഒഴിവാക്കി നിർത്തണം. ഞാൻ ചെയ്തോളാം, അത് വേണ്ട കാര്യം. ഹലോ, മൊബൈലിൽ നിന്നാണോ ഇത്? ഇത് എവിടെ? നീ കേട്ടിട്ടില്ലേ? ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ നിന്നാണോ? ഹലോ, വെറുതെ തെറ്റിദ്ധരിപ്പിക്കല്ലേ. അതെ, റെജിയായിരുന്നു വിളിച്ചത്. റെജിക്ക് ഒരു ആക്സിഡന്റ് പറ്റിയോ? ആശുപത്രിയില്ല റെജി. അയ്യോ, ഇപ്പൊ എന്നാ ചെയ്യണ്ടേ? ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ് എങ്ങനെയാലും ഒരു 50,000 രൂപയും കൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ്. ചേട്ടാ, എന്റെ സ്വർണം മാത്രമേ ഉള്ളൂ. ഞാനിപ്പോ 50,000 രൂപയ്ക്ക് എവിടെ പോകും? ഞാൻ എന്ത് ചെയ്യും? എനിക്ക് വീട്ടിൽ കയറി ചെല്ലാൻ പറ്റുന്ന മമ്മിയും പപ്പയും എന്നെ കൊല്ലും ചേട്ടാ. ഫോൺ നമ്പർ ഉണ്ടോ ചേട്ടാ? എനിക്ക് ഈ സ്വർണ്ണം ഒന്ന് വിറ്റിട്ടിച്ചിട്ട് പൈസ കൊണ്ട് തരുമോ ചേട്ടാ? നമ്മൾ എവിടെ കൊണ്ട് സ്വർണ്ണം വെക്കാം? നിങ്ങളത് വെച്ചോ. ഒരു കാര്യം ചെയ്യും, 50,000 രൂപ അങ്ങോട്ട് ഞാൻ ഗൂഗിൾ പേ തന്നേക്കാം. അതിനിപ്പോ നമ്പറൊക്കെ വേണം. നമ്പർ തന്നാ മതിയല്ലോ, ഞാനത് തരൂല്ലേ? ഗൂഗിൾ പേ ചെയ്യോ ചേട്ടാ? ഉറപ്പാണോ? പിന്നെ ഇത് കൊണ്ടുപോക്കോ കേട്ടോ. നോക്ക്, സ്കാനർ ഉണ്ട്. സ്കാനർ ചെയ്താ എങ്ങനെ? ഒന്ന് ചെയ്ത് കൊടുക്കടാ. ഓക്കെ, എന്താ ഞാൻ ചെയ്തു തന്നേക്കാം ആ നമ്പറിലേക്ക് കേട്ടോ. 50,000 രൂപ. 50,000 രൂപ ഞാനിപ്പോ തന്നിട്ടുണ്ട് കേട്ടാ. ഈ പുള്ളിയുടെ 50,000 കൂടി അങ്ങോട്ട് വരും. അപ്പൊ ഓക്കെ അല്ലേ? പിന്നെ ഒരു കാര്യം ചെയ്യും, ഒരു വഴിക്ക് പോകണമല്ലോ, ആധാർ കാർഡ് വെച്ചു. എന്തിനാ ആധാർ കാർഡ്? ചുമ്മാ വെച്ചോ, ഇരിക്കട്ടെ. അല്ല ചേട്ടൻ എന്തിനാ എനിക്ക് ആധാർ കാർഡ്? അല്ല, ഇതിപ്പോ കൊണ്ടുപോകണ്ടോ അങ്ങോട്ട്? ഞാനിത് കൊണ്ടുപോവാ, ഹോസ്പിറ്റലിൽ പോവല്ലേ? ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ ആരെങ്കിലും ഒക്കെ മോട്ടിട്ട് അല്ല ചേട്ടൻ എങ്ങനെ
അവിടെ വെച്ചിട്ട് പോകും. പിന്നെ ഒരെണ്ണം അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. അല്ല, ഒരു പരിചയം ഇല്ലാത്ത എനിക്ക് 50,000 രൂപ തന്നതല്ലേ ചേട്ടൻ, ഇനി 50,000 തരാമെന്നും പറഞ്ഞു. അപ്പൊ പിന്നെ ചേട്ടന്മാരെ ഞാനതിനെ ആശ്വസിക്കുന്നല്ലേ. നിങ്ങളുടെ ആധാർ കാർഡും എനിക്ക് തന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാനും റെജിയും കൂടെ നാളെ തന്നെ വരാം. ഈ സ്വർണ്ണം ഒന്നും ചെയ്യില്ല ചേട്ടാ. എന്ത് ചെയ്യാൻ? ഇത് വിറ്റിട്ട് ചേട്ടന്റെ പൈസ ഞാൻ തരാം. അതൊന്നും വേണ്ട പെങ്ങളെ പോലെ കണ്ടോളാം. വിട്ടു പോ. എന്റെ മമ്മിയുടെ ചേട്ടാ. അമ്മയുടെ ചേട്ടാ, ഇതെന്റെ മമ്മിയുടെ ചേട്ടാ. അമ്മയുടെ ആണെന്നല്ല. ഇതൊന്നും ചെയ്യില്ല. ഞാനൊന്ന് റെജിയെ രക്ഷിച്ചിട്ട് ഓടി വരാൻ കേട്ടോ. റെജി അല്ല, ടീമിന്റെ കൂടെ ഒന്ന് പെട്ടേക്കണല്ലേ. ഉഗ്രൻ ടീമാണ്. നിനക്കൊരു 50,000 രൂപ വരുവേ. അതെന്താ? പിന്നെ ആദ്യം ഞാനല്ലേ സാധനം കളക്ട് ചെയ്ത് വെച്ചത്. ആധാർ കാർഡ് കൊടുത്തിരിക്കല്ലോ. സ്കാൻ ചെയ്ത് കൊടുത്താൽ ഞാൻ 50. എന്റെ കാശ അങ്ങോട്ട് കൊടുത്തിരിക്കുക. അല്ലാതെ വെറുതെ പുള്ളാളിച്ചാരിയൊന്നും അല്ല. 50-50 അടിക്കാമെങ്കിൽ മാത്രം നിന്നേച്ചാൽ മതി കൂട്ടത്തിൽ. കളിക്കല്ലേ? ഇത് നിനക്ക് പകുതിയല്ല യോഗ്യത ഇല്ല. നിനക്ക് എന്ത് പകുതി തരാൻ എനിക്ക് യോഗ്യത ഇല്ലാത്തതിന്റെ കാര്യം? ഞാനാണ് അപ്പടിനോട് ഇത്ര സംസാരിച്ച കാര്യങ്ങൾ ഡീൽ ചെയ്തത്. അങ്ങനെയല്ല, ഞാൻ തയത്തിന് മാറി നിന്നതാണ്. നിങ്ങൾ ഡീൽ ചെയ്ത് ചേട്ടനെ വിളിച്ചിട്ട് അതെങ്ങനെ എടുത്തേ സംഭവം? എനിക്ക് ഞാൻ നോക്കട്ടെ, നീ നിക്കണ്ട. അങ്ങനെ വേണ്ട. അതൊന്നുമില്ല. പാവാട ബ്ലൗസ്. ലവ് ലെറ്റർ ഒക്കെ എഴുതി വെച്ച് ആർക്ക് വായിക്കാൻ സമയം? അവന് കൊടുക്കാനായിരിക്കും. പ്രിയ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഒരു ഏരിയയിൽ 3 കള്ളന്മാര് വേണ്ട. ഇതെന്റെ ഏരിയയാണ്. ഏരിയ വിട്ട് കളിക്കും മക്കളെ. സ്നേഹത്തോടെ സത്യഭാമ കള്ളി. അവള് കള്ളിയാണെന്ന്. നീ എന്തിനാടാ 50,000 രൂപ സ്കാൻ ചെയ്ത് കൊടുത്താ? 50,000 കൊടുത്തു. നീ എന്തിനാ നിന്റെ ആധാർ കാർഡ് കൊടുത്തത്? ആധാർ കാർഡ് കൊടുത്ത് മൊത്തം പൊളിഞ്ഞ. അവള് കള്ളിയാണ്. അവളെ ഞാൻ എവിടെ ഇട്ടെങ്കിലും പിടിക്കും ഞാൻ. ഇനിയിപ്പോ എന്നാ ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത്? എനിക്കൊരു പിടി കിട്ടില്ല. ഇതിന്റെ അകത്താണെങ്കിൽ ഒരു സാധനം ഇവിടെ നിൽക്കാതെ പോലീസ് വരുന്നത് എന്റെ പുറകെ ഓടിക്കോ. ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. അടുത്ത ടീമിനെ വിളിക്കട്ടെ. ടീമാണ് വരാൻ പോകുന്നത്. രജിസ്റ്റേറ്ററുണ്ട്, പ്രജിത്ത് ഉണ്ട്, വിഷ്ണു ഉണ്ട്. അപ്പൊ 3 പേർക്ക് വേറെ ബോംബുമായി മറ്റൊരു ഷോയ്ക്ക് പോരണ സൂപ്പർ സ്റ്റാർ വന്നാച്ച്. ബ്രാൻഡും വ്യൂകളും തട്ടുപൊളി പെൺപാട്ടുമായി പാടാ പെട്ടി വന്നാച്ച്. ഈ കൊണ്ടോട്ടിയിൽ ഇനി മിണ്ടാട്ടമായി ഒരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റിൻ പുതിയ പൂരം. പ്രിയമുള്ള കലാപ്രേമികളെ, നാട്ടുകാരെ, പഞ്ചമി സൈക്കിൾ യജ്ഞസംഘം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ പരിപാടി ഇന്ന് 7ാം ദിവസം കടന്നിരിക്കുകയാണ്. ഇന്നത്തെ പരിപാടിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ ഈ സർക്കസിലെ എല്ലാമായ ഈ സരസമ്മയുടെ ജന്മദിനമാണിന്ന്. സരസമ്മ, അത് സൂര്യയുടെ പുതിയ പടമല്ലയോ? അതല്ല, കൺഗ്രാചുലേഷൻ. അതാണ് ആശാനെ, ഇന്ന് എന്റെ പിറന്നാളായിട്ടേ ഞാൻ രാവിലെ കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോയി. എന്നിട്ട് പ്രസാദം തൊട്ടില്ലേ? പ്രസാദ് അതുവഴി അങ്ങ് വീട്ടിൽ പോയി. ഏത് പ്രസാദ്? ആശാൻ എന്തോ ചോദിച്ചേ? ഞാൻ അമ്പലത്തിൽ പോയപ്പോ പ്രസാദത്തിന്റെ കാര്യം ചോദിച്ചത്. അശോ ഭഗവാനെ, അതായിരുന്നോ? ഞാനിപ്പോ എല്ലാം വിളിച്ചു പറഞ്ഞേനെ. പിന്നെ ഞാൻ ആരാന്നറിയാലോ. എന്താടാ? കല്യാണ ചെറുക്കൻ, നീ കല്യാണ പെണ്ണ്. പൂശാന ഇവനെനിക്ക് 1000 രൂപ. ആശാന ഇവനെനിക്ക് പൂ തരുക. സൈക്കിൾ മണിയാ. പട്ടിയുടെ പാല് 12 കൊല്ലം കുഴലിട്ടാലും അത് വളഞ്ഞേ ഇരിക്കുള്ളൂ. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ആശാനം തന്നെ നിവർക്കാൻ പോകുന്നത്. തോന്നിയാസം പറയുന്നോടാ. ഇന്ന് ഞാനൊരു കിടില ഐറ്റം ഇവിടെ ചെയ്യുന്നുണ്ട്. ഇന്നോ? അല്ല, ഏറ്റവും ലാസ്റ്റേ ചെയ്യത്തുള്ളൂ. പിന്നെ നിനക്ക് ഈ കയറി നടക്കുന്ന പരിപാടി അങ്ങ് നിർത്തണം. എന്റെ ആശാന കയറിന്ന് വീണ ശേഷം ഞാൻ ആ പരിപാടിയെ നിർത്തി. അതല്ല പറഞ്ഞത്. പിന്നെന്തോ? ഈ അയൽവക്കത്തെ വീടുകളിൽ കയറി നടക്കുന്ന പരിപാടി അങ്ങ് നിർത്തണമെന്ന്. അതായിരുന്നു ഷോ തുടങ്ങണ്ടേ? പിന്നെ ഷോ തുടങ്ങണ്ടേ? പിന്നല്ല. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ കലാപരിപാടികൾ ആരംഭിക്കുകയാണ്. ലോകത്തിലെ ഒരു മാജിക്കക്കാരനും കാണിക്കാത്ത ഒരു ഐറ്റം പ്രൊഫസർ പ്ലാച്ചിമട രാജൻ നിങ്ങൾക്കായി കാഴ്ചവെക്കുന്നു. പ്രിയമുള്ളവരെ, മറ്റൊരറിയിപ്പുണ്ട്. കൊച്ചുകുട്ടികളുടെ ശ്രദ്ധയ്ക്ക്. കൊച്ചുകുട്ടികൾ ആരും തന്നെ ഇത് അനുകരിക്കരുത്. അതെന്താ? അവര് പെട്ടെന്ന് പഠിക്കൂടാ, നമ്മളെ പോലെ തത്തത്തെ അല്ല. ഞങ്ങളുടെ മാജിക്ക് ഇവിടെ ആരംഭിക്കുകയാണ്. നീ പോയി കട്ടൻ എടുത്തോണ്ട് വാടാ. മാജിക്ക് ആരംഭിക്കാൻ പോലെ ഇന്നത്തെ മാജിക്ക് ഞങ്ങൾ കിടക്കും. ഞാൻ മണ്ണ് വാനിഷ് ചെയ്യുവാ.
ഞങ്ങൾക്കുള്ളത് കൂടെ അങ്ങ് വാനിഷ് ചെയ്യുവാണോ? എഴുന്നേറ്റ് പോടി അവിടുന്ന്. ഷോ തുടങ്ങും ഷോ. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ മാജിക് ഇവിടെ ആരംഭിക്കുകയാണ്. വാനിഷിംഗ് ഓഫ് ബ്യൂട്ടി ഈ സരസമയെ നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് അപ്രത്യക്ഷയാക്കാൻ പോവുകയാണ്. എല്ലാവരും ഒന്ന് ക്ലാപ്പ് ചെയ്ത്. ഒടിപോലുമില്ല കണ്ടുപിടിക്കാൻ. ഇതാരും കണ്ടുപിടിക്കത്തില്ല. ഇത് കണ്ട് പഠിക്കാതിരുന്നാ മതി. ബാക്കി വന്ന പഴങ്കഞ്ഞി എല്ലാം കൂടെ അടിച്ചു കയറ്റി വയറും വീർപ്പിച്ച് വന്ന് നിൽക്കുക എന്റെ സർക്കസ് മുടിപ്പിക്കാൻ. ഇവിടെ വാടി, ഇവിടെ വാടി. നീ ഇപ്പൊ ഇവിടെ ഇറങ്ങിക്കോണം. അല്ലെങ്കിൽ ഞാൻ ഇറങ്ങാൻ തന്നെ നിൽക്കുക. നിങ്ങൾ രണ്ടുപേരോട് ഞാനൊരു കാര്യം പറയാം. ഇന്നത്തെ ഈ ഷോ കഴിയുന്നതോടെ ഞാൻ നേരെ സിനിമയ്ക്ക് പോവാം. അത് ഞാൻ ഉറപ്പിച്ച കാര്യമാ. ഞാൻ പോകും പോകും പോകും. നീ പോവോ? പോകും പോകുന്നു പോകും. എപ്പോ പോകും? 6 മണിക്ക് 2 ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടെന്നാ പ്രസാദ് പറഞ്ഞത്. എന്തോ ടിക്കറ്റ്? സിനിമ കണ്ടാ പിന്നെ ടിക്കറ്റ് എടുക്കണ്ടായോ? അപ്പൊ സിനിമ കാണാനായിരുന്നോ? ഒരൊറ്റ കീറങ്ങോട്ട് വെച്ചതാണല്ലോ. നിനക്കൊക്കെ പോകാനും വരാനും പോകാനും ഇതന്നെ സത്രം വന്ന് കരുതിയോ? ആസാനൊരു കാര്യം പറയാം. എന്നെ ജംബോ സർക്കസിന് വിളിച്ചിട്ടുണ്ട്. അവിടെ കാല് കുത്തിയ 10,000 രൂപ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനല്ലല്ലോ കേട്ടത്. ഇല്ലേ? നീ അവിടെ കാല് കുത്താതിരുന്നാൽ നിനക്ക് 25,000 തരാമെന്നാണല്ലോ. അത് പിന്നെ വെറുതെ ശത്രുക്കളൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന. നിന്റെ മോൻ ഇപ്പൊ എത്ര വയസ്സുണ്ട്? 10 വയസ്സ്. എന്നാ അവനാണ് ഇപ്പോഴത്തെ നിന്റെ ശത്രു. ആസാൻ അങ്ങനെ എന്നെ കളിയാക്കൊന്നും വേണ്ട. ആസാൻ അറിയാവോ, കണ്ണൂർ മുതൽ കാസർഗോഡ് വരെ കണ്ണ് കെട്ടി ഞാൻ ബൈക്ക് ഓടിച്ചവനാ. അതിന്റെ കേസല്ലേ ഹൈക്കോടതിയിൽ ഇപ്പോഴും നടക്കുന്നത്. ഷോ നടക്കണ്ടേ? പിന്നെ ഷോ നടക്കണം. പ്രിയമുള്ളവരെ, നിങ്ങൾ മോഹൻലാലിന്റെ ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നിറഞ്ഞ കയ്യടി തരണം. നിറഞ്ഞ കയ്യടി. അടുത്തതായിട്ട് നിങ്ങളെ ഒരു ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മോഹൻലാലിന്റെ ഫിഗറുമായി വരുന്നു പുന്നമൂട് ശശി. അവൻ വന്നിട്ടില്ലെന്ന്. വന്നില്ലേ? ഇല്ല. അയ്യോ, ഞാൻ അനൗൺസ് ചെയ്ത് കയറ്റി വെച്ചല്ലോ. ആശാൻ കള്ളു കുടിച്ചിട്ട് അവനെ മൈനസ് ചെയ്ത് വിഡ്രോ ചെയ്ത് വിട്ടില്ലേ? എന്ന് വെച്ചാ പിരിച്ചു വിട്ടില്ലേ? അയ്യോ, എന്റെ സർക്കസ് തോന്നും. അയ്യോ, എന്റെ സർക്കസ് പിടിക്കേ. ആശാനെ, മോഹൻലാൽ റെഡി. മോഹൻലാൽ റെഡിയായോ? ദൈവമേ, ശശി വന്നു. പ്രിയമുള്ളവരെ, അടുത്തതായിട്ട് മോഹൻലാൽ കടന്നു വരുന്നു. മ്യൂസിക് എടാ അമ്പാടി പാട്ടറ. സരസലാല് കലക്കി. അതാരാ? നീ അല്ലേ ഇപ്പൊ മോഹൻലാലിന്റെ കയറിയതേ? ഇനി ആ പുന്നമൂട് ശശി ഇതിലെങ്ങാനും വന്ന് അവന്റെ മുട്ടിന്റെ ചിരട്ട ഞാൻ തല്ലി പൊട്ടിക്കും. നീ ചെയ്താൽ മതി. ആശാനെ, ഇന്നലത്തെ ചായക്കടക്കാരൻ എന്തിനാ ആശാനെ തല്ലിയത്? എടി, നമ്മുടെ മൈനയില്ലേ, അത് ഇന്നലെ കൂട് തുറന്ന് അങ്ങ് പറന്നു പോയെന്ന്. അയ്യോ, ഞാൻ ഈ മൈനയെ തിരക്കി തന്നപ്പോഴത്തേക്കിന് ആ ചായക്കടക്കകത്തിരിക്കുന്ന ഈ മൈന, ഞാൻ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കിന് കടക്കാരൻ എന്നോട് ചോദിക്കുവാ എന്തോ വേണമെന്ന്. ഞാൻ പറഞ്ഞു കുറച്ചു നേരം ഒച്ച വെക്കാതിരുന്നാലേ ഞാൻ മൈനയെ പിടിച്ചിട്ട് പെട്ടെന്ന് അങ്ങ് പൊക്കോളാവെന്ന്. അതിനെന്നെ അയാൾ വാരി എടുത്തിട്ട് അങ്ങ് അലക്കിയടാ. ആ പെണ്ണും പിള്ള അകത്തുനിന്ന് വന്നിട്ട് എന്നെ ഈ കരണത്ത് ആഞ്ഞടിച്ച്. അതെന്തിനാ പെണ്ണുമ്പിള്ള തല്ലിയത്? എനിക്കറിയാവോ ഈ പെണ്ണുമ്പിള്ളയുടെ പേര് മൈനേന്നാന്ന്. അടുത്തതായിട്ടേ എന്റെ ഒരു ഐറ്റമാണ്. ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു ഒരു കിടിലൻ ഐറ്റം ഞാൻ ചെയ്യാൻ പോവാന്ന്. അതാണ് അടുത്ത ചെയ്യാൻ പോകുന്നത്. നീ ഒരു കാര്യം ചെയ്യ്, അവിടെ ഈ ടെന്റിന്റെ പുറകെ അകത്തെ ഞാനൊരു ആപ്പിളിനകത്ത് ബ്ലേഡ് നിറച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പോയി എടുത്തോണ്ട് പോവാ. ആ ആപ്പിളാണ് നമ്മുടെ സരസമ്മ എടുത്ത് കഴിച്ചത്. മോഹഭംഗ മനസ്സിലെ ശാപ പങ്കില നടകളിൽ തൊഴുതു നിന്നു പ്രദോഷമായി അകലുമാത്മമനോഹരി നീ എൻ്റെ പ്രാണനിൽ അലിയൂ വേഗം. വാലിഷ് ചെയ്യാൻ വെച്ചിരുന്ന സാധനം അതാ പിരിച്ചായി കിടക്കുന്നേ. സർക്കസ് കമ്പനിക്ക് ഒരു നല്ല കൈഡി. നല്ല എന്താ പറയുന്ന ഒരു കണ്ടന്റ് പരിപാടികൾ കൊള്ളാമായിരുന്നു. പക്ഷേ
അതിനകത്ത് വർക്കൗട്ട് ആയില്ല എന്ന് തോന്നുന്നു. റിഹേഴ്സലിലെ പ്രശ്നം ഉണ്ടായിരുന്നു. എന്തായിരുന്നു ശരിക്കും? റിഹേഴ്സൽ നന്നായിരുന്നു. ഇവിടെ ഫ്ലോർ കയറിയപ്പോൾ ആവശ്യമല്ലാത്ത ഒരു ലെവൽ കയറിപ്പോയി. അവന് എനിക്ക് ചില കൗണ്ടറുകൾ പറയാനായിട്ട് സമയമെടുത്ത് ആലോചിച്ച് കുറേ സാധനങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളതാണ്. എനിക്ക് ആ വാനിഷ് ചെയ്യുന്ന സാധനത്തിൽ ആ കമുകിൻ്റെ ബാക്കിൽ പോയി നിൽക്കുന്ന സാധനങ്ങൾ ഒക്കെ നല്ല ചിരി ഉണ്ടായിരുന്നു. അപ്പോഴും ഞാൻ വിചാരിച്ചു ഇനി ഇത് കത്തി കയറുമായിരിക്കും വിചാരിച്ചു. പക്ഷേ കുറേ ലാഗ് പ്രശ്നങ്ങളും ഇത് റിഹേഴ്സലിൻ്റെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ അടുത്തൊരു സംഭവത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ 3 പേരും നല്ല ആർട്ടിസ്റ്റുകളാണ്, ഇവിടെ പ്രൂവ് ചെയ്ത ആർട്ടിസ്റ്റുകളാണ്. എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട് ടോട്ടലി. അപ്പോൾ അത് തരണം ചെയ്ത് അടുത്തതിൽ വരണം. കാര്യം ഇതെല്ലാം വളരെ ലെവലിൽ നിൽക്കുന്ന സ്കിറ്റുകളാണ് ഓരോരുത്തർ കളിക്കുന്നത്. അപ്പോൾ എന്തായാലും അത് നികത്തി അടുത്തതിൽ വരിക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ഷാജൻ ചേട്ടാ, തമാശകൾ തീരെ ഇല്ലായിരുന്നു റജി. ഈ പറഞ്ഞതുപോലെ ആ ഒരു വാനിഷിംഗ് ബ്യൂട്ടി ചെയ്തപ്പോൾ അതിൻ്റെ പുറകെ പോയി ഒളിച്ച് നിന്ന് ആ വിഷ്ണുവിൻ്റെ ആ ഒരു നിപ്പും ഒക്കെ കണ്ടപ്പോഴാണ് നമുക്കൊരു ചിരിയും കാര്യങ്ങളും വന്നത്. അതല്ലാതെ നിങ്ങളുടെ ഒരു ലെവലിനനുസരിച്ചുള്ള തമാശകളൊന്നും ഇന്നത്തെ ഈ സ്കിറ്റിൽ നമുക്ക് ഫീൽ ചെയ്തില്ല. അപ്പം അങ്ങനെ പോരാ. കാരണം ഈ പറയുന്ന പോലെ നിങ്ങളൊരു നല്ല ടീമാണ് നമ്മുടെ ഈ പ്രോഗ്രാമിൽ. അപ്പോൾ അതുകൊണ്ട് നല്ല നല്ല തമാശകളും വലിയ വലിയ പൊട്ടിച്ചിരികളുമായിട്ട് വേണം നിങ്ങൾ വരാൻ കേട്ടോ. അപ്പം നെക്സ്റ്റ് ടൈം അതിനുവേണ്ടി മാക്സിമം ട്രൈ ചെയ്തിട്ട് വരണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. നസീർക്ക, നമ്മൾ ഒരുപാട് കണ്ടതും ഒരുപാട് നേരത്തെ കേട്ടിട്ടുള്ളതുമായ ഒരു സബ്ജക്റ്റ് എടുക്കുമ്പോൾ അതിനൊക്കെ മേളിൽ ചിന്തിച്ചാലേ അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. കുറേ പ്രശ്നങ്ങളുണ്ട്. അത് നിങ്ങളുടെ മുഖത്ത് തന്നെ അത് ചെയ്യുമ്പോഴുണ്ട്. ഞങ്ങൾ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഈ സാധനം പോയിരുന്നുള്ളത്. നന്നാക്കാനായിട്ട് എത്രയും നിങ്ങൾക്ക് ശ്രമിക്കാൻ പറ്റുമോ അത്രയും നിങ്ങൾ നന്നായിരിക്കും ഈ സ്റ്റേജിൽ. അതിൻ്റെ ഗുണം നിങ്ങളിൽ തേടി വന്നിരിക്കും. അതിൻ്റെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇവിടെ ഇപ്പോൾ അറിയാമല്ലോ. അതേ ലെവലിലേക്ക് നമ്മളും എത്തണം. എത്തിപ്പെടാൻ നിങ്ങൾ തന്നെ ശ്രമിച്ചാലേ പറ്റുള്ളൂ. നമ്മൾ ഈ പോരായ്മകളും കാര്യങ്ങളും പറഞ്ഞു തരുന്നത് അടുത്ത പ്രാവശ്യമെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയില്ല. അപ്പം നന്നാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ശരി. താങ്ക് യു മാർക്സ്. ഷാജൻ ചേട്ടാ, ഞാനിവർക്കൊരു 5000 രൂപ കൊടുക്കും. 5000 രൂപ. നസീർക്ക, ഞാനൊരു 3000 രൂപ. ഇപ്പോൾ ടോട്ടൽ 8 മാർക്ക് 8000 രൂപ. ചേട്ടാ, ഓക്കെ, ടോട്ടൽ എമൗണ്ട് 10000 രൂപ. ഇതൊരു എമൗണ്ടേ അല്ല കേട്ടോ. നമുക്ക് അടുത്ത പ്രാവശ്യം നല്ലൊരു സ്കിറ്റുമായിട്ട് വന്ന് 75,000 1 ലക്ഷം ഒക്കെ വാങ്ങിക്കണം. ഓക്കെ, അടുത്ത പ്രാവശ്യം ഉഷാറായിട്ട് വരണം. ഓക്കെ, താങ്ക് യു ചേട്ടാ. ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ അടുത്ത ടീമിന്റെ സമയം. കൊച്ചി പ്രതിഭേട്ടനുണ്ട്, പ്രസാദ് ഏട്ടനുണ്ട്, പിന്നെ നമ്മുടെ ഷാർജയിലെ ദുബായിലെ മാവേലി മനു കുമ്പാരി. 3 പേർക്ക് രാമായണം കഥ പാടും കിളി എൻ്റെ ആരണ്യകാണ്ഡത്തിനിളവില്ലയോ. എന്റെ ദൈവമേ, ഞാനിത് എന്തുവായി കാണുന്നത്? ഇത്ര നാട് വിറപ്പിച്ച് നടന്ന ഗുണ്ടയാ ഇപ്പൊ താണ്ട് വിളക്ക് കത്തിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു. ഇതാണ് ഒരു പെണ്ണ് വന്ന് വീട്ടിൽ കയറാൻ നേരത്തെ എത്ര വലിയ ഗുണ്ടയാണെങ്കിലും അവൻ അങ്ങ് നന്നാകും. മോനെ, As is the human body, so is the cosmic body. As is the human mind, so is the cosmic mind. As is the microcosm, so is the macrocosm. മോനെ, എവിടുന്ന് കിട്ടി മോനെ? എന്തോന്ന്? കഞ്ചാവ്. എടാ, നീ അല്ല പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നീ ഒന്ന് സംസാരിക്കുന്നത് എന്തിനാണ്? എന്റെ ദുശീലങ്ങളെല്ലാം മാറ്റി എനിക്ക് നല്ലൊരു കാലം വരാൻ അറിയാലോ. എന്റെ കല്യാണമൊക്കെ അടുത്ത് വരികയാണ്. സെറ്റപ്പ് ഒക്കെ നടക്കണ കാര്യം അറിയാലോ. അപ്പൊ എന്റെ ഈ ദുഷ്ടപ്രവൃത്തികളൊക്കെ നിർത്തി ഈശ്വരന്റെ പാതയിലോട്ട് ഞാൻ പിന്തുടരാൻ പോവുകയാണ്. എന്റെ മാതാശ്രീ. മഹാഭാരത സീരിയൽ കണ്ടൊരു എഫക്റ്റ്. മാതാശ്രീ, നീയോ കുടുംബശ്രീക്ക് പോകുന്ന എന്നെ വിളിച്ചത് കേട്ടില്ലേ മാതാശ്രീ? എന്താണ് വത്സ? എനിക്കൊരു ഗ്ലാസ് ചായ തരൂ മാതാശ്രീ. എന്റെ പൊന്നു മോന് എത്ര ചായ വേണമെങ്കിലും അമ്മ എടുത്തോണ്ട് വരാം കേട്ടാ. അതുവരെ ഞാനിവിടെ ഒരു ശയനപ്രദർശനം ചെയ്തോട്ടെ. മക്കളെ, ശയനപ്രദർശനം ചെയ്യുന്ന ഇവിടെ അല്ലല്ലോ, അങ്ങ് അമ്പലത്തിലല്ലേ. എന്റെ കൺകണ്ട ദൈവമായ എന്റെ മാതാശ്രീ ഈ ഭവനത്തിലുള്ളപ്പോൾ നോമെന്തിനാ വല്ലയിടത്തും പോയി ശയനപ്രദർശനം ചെയ്യുന്നത്? ശരി കെ ആർ പ്രസാദേ. അയ്യോ, പിന്നെ ഞങ്ങള് നന്നാവാൻ പോണ ഞാൻ പറ്റിക്കാൻ നോക്കുന്ന. എടാ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടടാ ഈ സാധനം വീട്ടിനകത്തോട്ട് കൊണ്ടുവരുന്നത്. പറ്റിക്കാൻ നോക്കുന്ന. നീ കൊണ്ടുപോവാ. നിങ്ങൾക്കറിയാവോ
കുടുംബം നശിപ്പിക്കുന്ന സാധനമാണിത്. എണ്ണനൈറ്റവാ. പിന്നെ ഇന്നിവിടെ ഈ ചടങ്ങ് കഴിഞ്ഞാൽ ഉടനെ ഇതിനകത്തുനിന്ന് ഒരു 3 പെഗ് ഞാൻ ഒഴിച്ചങ്ങ് കളയും. ഒഴിച്ച് കളയണേ കൊള്ളാം, വെള്ളം ഒഴിച്ച് വേണം കളയാം, ഇല്ലെങ്കിൽ കൂമ്പ് വാടിപ്പോകും. എനിക്കറിയാതെ അങ്ങോട്ടെങ്ങനെ പോട്ടെ. പിന്നെ അമ്മയുടെ അടുത്ത് ഞാൻ പ്രത്യേകം ഒരു കാര്യം ചോദിക്കാൻ പോകും. ഒഴിച്ചുകുട്ടി ഈ വീട്ടിലോട്ട് വരുന്നതിനോട് അമ്മയുടെ താല്പര്യം എന്താ? കാല് ഞാൻ തല്ലി ഓടി. എടാ കഴിഞ്ഞ ആഴ്ച വന്ന് നമ്മുടെ ചാർത്തിനകത്ത് കയറിട്ട് 12 മക്കളെ പറ്റിട്ടിട്ട് പോയത് ഒടിച്ചുപട്ടി. പൊടിച്ചുപട്ടിയല്ല, പൊടിച്ചുകുട്ടി, എന്റെ മുറപ്പെണ്ണ്. അമ്മക്കറിയാവോ? പിന്നെ എനിക്കറിഞ്ഞൂടാ എന്റെ ആങ്ങളുടെ മോളെ. അയ്യോ അതല്ല, എന്റെ പൊടിച്ചുമോളെ സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ 10ാം ക്ലാസ് അല്ല MS ധോണി വരെ സ്വന്തമാക്കും. പിന്നെ സഞ്ജു സാംസനെ കൂടെ വിളിച്ചോണ്ട് വരാൻ. എടാ MS ധോണി അല്ല, MSW. അത് തന്നെ. നിന്നെ കെട്ടാൻ പോകുന്ന പെണ്ണെന്തോ പറഞ്ഞിരിക്കുന്നത്? അത് 10ാം ക്ലാസ് പാസ്സായാലേ അവൾ എന്നെ കെട്ടുള്ളൂ. ആണല്ലോ. എന്നിട്ട് മോൻ എത്രാം ക്ലാസ് വരെ പാസ്സായി? അതിന് ഞാൻ സ്കൂളിൽ പോയില്ലല്ലോ. എഴുതിയിട്ടില്ല. അതുകൊണ്ടാണ് നിന്നെ ഇന്നിവിടെ എഴുത്തിനിരുത്തി ചടങ്ങ് നടത്താൻ പോണത്. വേറെ ആരും അല്ല വരുന്നത്. എന്നെ പണ്ട് എഴുത്തിനിരുത്തി ആശാനാണ് ഇങ്ങോട്ട് വരുന്നത്. മനസ്സിലായോ? നീ ഒരു കാര്യം ചെയ്യ്, അകത്ത് പോയി കുളിച്ചൊരുങ്ങി നല്ല വൃത്തിയോട് ഉയർന്നോട് കൂടി ഇങ്ങോട്ട് വരിക. ശരി വള്ളുവനാടാൻ തള്ളേ, ഇതെന്തോന്ന് ഭാഷ അമ്മ? അല്ല സംഭവം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ റീ എൻട്രി നടത്തിയതാണല്ലോ, അതുകൊണ്ടൊന്ന് കൈ നിട്ട് നോക്കിയതാ. ഏറ്റില്ല. അല്ലല്ലോ, അങ്ങനെ ചില സാധനങ്ങൾ പറഞ്ഞ ഏക്കില്ല. എത്ര റീ എൻട്രി ഉണ്ടെങ്കിലും കിടില സാധനം അടിച്ചാലേ ഇവിടെ കയറുള്ളൂ. ഈ ഒരു കാര്യം പോയി ഒരുങ്ങാൻ നോക്കി പറയും, എല്ലാം റെഡിയാക്കി വെക്കുക. അക്ഷര നക്ഷത്രം കോർത്ത ജപമാലയും കയ്യിലേന്തി അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത മനസാം ശംഖുമൂതി ജന്മഗേഹം വിട്ടിറങ്ങിപ്പോരും അഭയാർത്ഥിയാമൻ ഭിക്ഷാപാത്രത്തിൽ നിറയ്ക്കുക നിങ്ങൾ ഇത്തിരി സ്നേഹാമൃതം. നല്ലൊരു ചടങ്ങ് നടക്കുന്ന ദിവസമായിട്ട് ആരെ പിച്ചക്കാരനൊക്കെ ഇങ്ങോട്ട് കയറ്റിവിട്ടത്? അയ്യോ ആശാൻ, അയ്യോ ആശാനെ എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല ആശാനെ. പണ്ട് ഞാൻ ആശാനെ കാണുന്ന സമയത്ത് ആശാൻ താണ്ട് ഇത്രേ ഉള്ളായിരുന്നു. പിന്നെ ഇപ്പൊ വളർന്ന് പന്തലിച്ച് പേരാല പോലെ നിൽക്കുവാണോ? എനിക്ക് കൊച്ചാ ഞാൻ ഇപ്പോഴും അത്ര തന്നെ ഉള്ളൂ. ആശാന് കുടിക്കാനായിട്ട് ബ്ലാക്ക് ടീ വേണോ ഗ്രീൻ ടീ വേണോ? വേറെ ഏതൊക്കെ കളറുണ്ട്? എന്താ കളറുണ്ടോ? ആ തരുവാണ് ഞാൻ മച്ചാന്ന് ഞാൻ കുടിക്കും. ആശാൻ ഇത് എന്തൊക്കെയാ ആശാൻ ഈ പറയുന്നത്? അമ്പടി കള്ളി, എനിക്ക് സംഭാരം ഇഷ്ടമാണെന്ന് നിനക്കറിയാം. പുളി ലേശം കൂടുതലാ. ഇവിടെ തളിക്കാൻ വെച്ചിരുന്ന ഗോമൂത്രം വരുന്നത്. പൂച്ച വെച്ച് കിടപ്പുണ്ടോ ഇവിടെ? വാള് വെച്ച് കളഞ്ഞതാ. എന്റെ പൊന്നെ ആശാൻ, ഇതൊക്കെയാണോ ആശാൻ പറയുന്നത്? എന്തായാലും നമ്മുടെ മോനെ ഞാൻ എഴുതിക്കും. നമ്മുടെ മോനല്ല, എന്റെ മോനെ. എന്റെ പൊന്നോ, നിന്റെ മോൻ. അത് ഞാൻ പറഞ്ഞ് രജിസ്റ്റർ ചെയ്താ, അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കും. അപ്പോ മോനെ ഇങ്ങോട്ട് വിളിക്കാം. മോനെ ഇങ്ങോട്ട് വിളിക്കാം. അപ്പൊ അതിനു മുമ്പായിട്ട് വേറെ എന്തെങ്കിലും സാധനം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പോയി എടുത്തോണ്ട് വരാം. ഒരു കാര്യം ചെയ്യാം, നല്ലൊരു തൂശനല വേണം, എടുത്തോണ്ട് വരാം. കീറാൻ പാടില്ല. കീറത്തില്ല. അയ്യോ ഭഗവാനേ, കൊച്ചിന് നല്ലത് മാത്രം വരുത്തണേ ഭഗവാനേ. എഴുതിക്കാൻ വന്നു. എഴുതിക്കാൻ സ്കൂളിൽ പോടാ. ആരാടാ നീ? ഞാൻ ആശാനാണ്. ഈ നാട്ടുകാർക്കെല്ലാം അറിയാം ഞാൻ ആശാനാണെന്ന്. നിന്റെ അച്ഛന്റെ പേര് പറയാം. നീ എവിടെയാണ്? എവിടെയാണ് നീ? പഴയോടാ, വീട്ടിൽ പോടാ. വീട്ടിൽ പോടാ. എന്ത് പറ്റി ആശാനെ? ഈ ചേട്ടായി എന്നെ പേടിപ്പിച്ച. ചേട്ടായിയോ? ആശാൻ ഇതെന്റെ മോനാണ്. പണ്ട് ഞാൻ എഴുത്തിരുത്തി കൊണ്ടുവന്നില്ല. എന്റെ മോനാണത്. അവനാണോ ഇത്? ആശാനെ, ആശാൻ ക്ഷമിക്കണം. ആശാൻ എന്നെ അനുഗ്രഹിക്കണം. ആശാൻ എന്റെ ദൈവമാണ്. ആശാനെ അനുഗ്രഹിക്കണം. ആശാനെ എനിക്ക് തെറ്റുപറ്റില്ല. ആശാനെ വണങ്ങാതെ ഉയിരില്ലയേ. ഉയിര് ദൈവമേ, എന്റെ ഉയിരങ്ങ് പോയി. അപ്പൊ ട്യൂഷനല്ല കിട്ടി. ഇറാതെ കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്നെ പരിപാടി ആചാര്യ കാണിക്കുന്നത്. എനിക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കീറി പറച്ചിലും കിട്ടണോ? ഒരു സമാനം ഉണ്ടാവും. എന്തൊക്കെ ഈ കാണിക്കുന്നു? മര്യാദയ്ക്ക് ഇവിടെ ചടങ്ങ് നോക്കാൻ നോക്ക്. ഇപ്പൊ രാഹുകാലം വന്നേക്ക് മുമ്പ് നമുക്ക് ചടങ്ങിലേക്ക് കിടക്കാം. അപ്പൊ ദൈവത്തെ മനസ്സിൽ വിചാരിച്ചങ്ങോട്ട് നിക്ക. ഞാൻ പറയണ മന്ത്രം ഏറ്റങ്ങോട്ട് ചൊല്ലുക. ഭാരതഖണ്ഡേ ഭാരതഖണ്ഡേ ഭാരതവർഷേ ഭാരതവർഷേ. ഞാനത് കണ്ടേ. എന്നത് വേണ്ടേ? അപ്പോ ഹരിശ്രീ ഗണപതായേ. അല്ല ഞാൻ പറട്ടെ, എഴുത്തിനിരുത്തേണ്ട ആളെ നമുക്ക് വേണ്ടേ? വേണം. അപ്പൊ ആ ചടങ്ങിലോട്ടാണ് കിടക്കേണ്ടത്. എവിടെ ആ കള്ളൻ? കൊച്ചു കള്ളനെ വിളിക്കുക. ഇതാണ് എന്റെ മോൻ. ഇവനെയാണ് എഴുത്തിനിരുത്തേണ്ടത്. ഇവനാണോ? പിന്നെ ആശ മടിയിലിരുത്തി ഇവനെ എഴുതിക്കണം. ഇവനാ? ഞാനാ? എന്റെ അമ്പാടി കണ്ടോ?
രക്ഷപ്പെട്ട് എങ്ങോട്ട് രക്ഷപ്പെട്ടെന്ന് അമ്പടി പീച്ചൂഷ നീ പോകുന്ന എന്റെ ഒപ്പം. എന്റെ പൊന്നാശാനെ മര്യാദക്ക് എഴുതി ഹലോ, മെഡിക്കൽ കോളേജല്ലേ? ഈ പ്രാവശ്യം അവിടെ പുതിയത് വരുന്ന പിള്ളേർക്ക് 2 ചെറിയ തുടയല് ആശാന്റെ വക സംഭാവന. പിന്നെ ഇവിടെ അടുത്ത് ഭജനക്കാർ വല്ലവരും ഉണ്ടോ? എന്റെ ആങ്ങളെ ഉടുക്കു കൂട്ടും. എന്നാ ആങ്ങളെ അടുത്ത് പറ, ചെറിയ ഉടുക്കൂറ്റിക്കിടാനുള്ള 2 തോല് ഓക്കെ എന്ന് പറഞ്ഞു. എന്തൊക്കെയാ ആശാനി പറയുന്നത്? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, കാര്യങ്ങളിലേക്ക് അവിടെ കിടക്കാം. കാര്യങ്ങളൊക്കെ കിടക്കാം. അരി എവിടെയാ? അരി ഇല്ല കേട്ടോ. പിന്നെ അരിയിലെഴുതിക്കില്ലത്. ചെറുക്കന് ഷുഗർ ആയതുകൊണ്ട് ഞാൻ ഓട്സാ മേടിച്ചു വെച്ചത്. ഓട്സിൽ എഴുതിയാ മതി. എങ്കിൽ ഞാനും കുത്തും. എന്നെ കുത്തേ ഞാനും ഞാൻ ഗുണ്ടയാണ്. എടാ ഇത് ആ മുള്ളു താഴെ ഇട്. മുള്ളല്ലെന്ന്. പിന്നെ എടത് നാരായത്. ചാരായം കുടിച്ചോണ്ടാ വളരെ മോശമായി പോയി. എന്തിനാ ഈ ചാരായം കൊണ്ട് ഇങ്ങോട്ട് വന്നത്? ഈ അന്നേരം ഞാൻ കൊണ്ട് കളഞ്ഞേക്കെ. നേരത്തെ ഒരു 3 പെഗ് കളയാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ കൂടെ കളയാ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, താലി എടുക്കാം. എന്തിനു താലി? സ്വർണ്ണം എടുക്ക. സ്വർണ്ണം വേണ്ട നാക്കിലെഴുതാൻ. അമ്മ ആ കഴുത്തി കിടക്കുന്ന താലി ഒരു കുടമ്മ. കഴുത്തെ കിടക്കുന്ന താലി ഊരി കൊടുത്ത്. നിങ്ങൾക്കറിയാവോ, ഈ കഴുത്തിന് ചുറ്റും വലിയൊരു മാല ഉണ്ടായിരുന്നു, അതവൻ തിന്നതാ. ഈ ചെറുക്കൻ മാലയാണോ തിന്നണേ? മാലയല്ലെന്ന്, ഈ മാല വിറ്റ് മൊത്തം തിന്നതാണ്. അമ്മ ആ താലി ഊരി കൊടുക്കുന്നുണ്ട് അമ്മ. എനിക്ക് 10ാം ക്ലാസ് ജയിച്ചിട്ട് വേണം എന്റെ പൊടിച്ചു മുളക്കെട്ടെ. എവിടെ ഇല്ല വരാനും നിന്നോട് ഞാനാ പറഞ്ഞേ. വരൂല. എടാ ഇവിടെ വരാൻ. എന്താ ആശാന്? എടാ നാക്ക് നീട്ടാൻ. എന്തു പറ്റി? എന്നടാ ഗുണാക്കേവോ? നീട്ടിക്കടാ. എന്റെ ഭഗവാനെ, എന്റെ ഭർത്താവിന് ഇങ്ങ് തിരിച്ചു തന്നേക്ക്. എഴുതി കഴിഞ്ഞില്ലേ? എന്റെ ഭർത്താവിനാവൻ തിന്ന് ആ താലി ആ ചർക്ക വിഴുങ്ങിന്ന്. എടാ ഇത്ര നാള് നിനക്ക് തന്തേ തല്ലി എന്നുള്ളൊരു പേരുള്ളായിരുന്നടാ. നീ ഇപ്പൊ തന്ത തിന്നവനായല്ലേടാ. ഇത്രേ മെനകെട്ട ഒരു ചർക്കനെ എന്റെ ജീവിതത്തിൽ ഞാൻ എഴുതിച്ചുള്ള ഇന്ന് വരെ. എന്റെ ലെവല് നിങ്ങൾക്ക് അറിയാലോ. ഞാൻ അക്ഷരം പഠിപ്പിച്ച ആൾക്കാര് മൊത്തം MD-യുടെ ലെവലുള്ള ആൾക്കാരാ. MD വാസുദേവൻ നായർ വരെ എഴുതിച്ച ആളാണ് ഈ നിൽക്കുന്നത്. അതാരാ? MD വാസുദേവൻ നായർ എഴുതിച്ചെന്ന് പറഞ്ഞു. അങ്ങനെയല്ല പറഞ്ഞേ. പിന്നെ MT കാലി അടിച്ച് ചുമ്മാ കറങ്ങി എടുക്കുന്നത് ഇതുവരെ ഒന്നും എത്തിയുള്ളത്. അത് ശരി. അപ്പൊ വന്ന സമയം തൊട്ട് എന്നെ ഇത്രയും നേരം ഹാസ്യവൽക്കരിച്ചല്ല ആശാമ്പ. എന്തിന്? വാ ആശാനെ. എങ്ങോട്ട് വരാന്ന് പറ. ഓടല് ഇവിടെ വരാൻ. ഒരു ഷുഗറും നോക്കണ്ടേ. ഇങ്ങോട്ട് ആശാനെ. അമ്മ ആദ്യം നമുക്ക് ഈ ആശാനെ എഴുത്തിലെഴുത്താം, എന്നിട്ട് മതി ബാക്കിയുള്ളവരെ എഴുതാൻ പഠിപ്പിക്കണം. ഞാൻ നിന്റെ ആശാനാണ്. നല്ല കൈഡി ഉഗ്രസ്ഥാനം. ഇതിന്റെ തുടക്കം നല്ല രസമായിരുന്നു കേട്ടോ. ആ തുടക്കം ആ ഭാഗം എല്ലാം കണ്ടപ്പോൾ ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്തു. നല്ലൊരു ഓളമായിട്ട് സംഭവം വരുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇരുന്നത്. പക്ഷെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ കയ്യിൽ നിന്ന് പോയതായിട്ടൊരു ഫീലിംഗ്. മൊത്തത്തിൽ ഈ റിഹേഴ്സലിൻ്റെ ഒരു പോരായ്മയാണ് അതിൽ ഫീൽ ചെയ്തത്. നല്ലവണ്ണം കളിച്ചെടുക്കാൻ പറ്റിയൊരു സാധനമായിരുന്നു. കണ്ടന്റ് നല്ല രസമുള്ളതാണ്. പക്ഷെ അത് എന്തോ നിങ്ങളുടെ കുഴപ്പം തന്നെയാണത്. കാര്യം റിഹേഴ്സൽ നല്ലവണ്ണം ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒന്നും ഇവിടെ ചെയ്യാൻ പറ്റില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അത്യാവശ്യം തമാശകളൊക്കെ ഉണ്ട്. പക്ഷെ കുറച്ചുകൂടെയൊക്കെ അടുത്തിരുന്നെങ്കിൽ, അത് കുറച്ചുകൂടെ ഫില്ലാക്കി നിർത്തിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇത് ഒത്തിരി അകൽച്ച ഉള്ളതായിട്ട് ഫീൽ ചെയ്തു. നല്ലവണ്ണം ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് പിന്നെ നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല. അത് പോയിന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി, നമുക്ക് മനസ്സിലായി. അപ്പോൾ അടുത്ത പ്രാവശ്യം നന്നാക്കുക. റിഹേഴ്സൽ മസ്റ്റാണ് കേട്ടോ. ഓക്കെ. മനു, പ്രദീപ്, പ്രസാദേ 3 പേരും നന്നായിട്ട് പെർഫോം ചെയ്തു. ഞാൻ എടുത്തൊരാളുടെ കാര്യം പറയുന്നത് മനുവിൻ്റെ തിരിച്ചൊരു മനു ഗംഭീരമായിട്ട് തകർത്ത് കേട്ടോ. ഞാൻ ഇതിനകത്ത് കാര്യം മനുവിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് മനു ആറാടുക എന്ന് പറയും. കാര്യം ഫസ്റ്റ് ടൈമിംഗ് തന്നെ പ്രസാദായിരുന്നു. മറ്റേ ശ്ലോകമൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ എവിടെ നിന്ന് കിട്ടി, എന്ത് കഞ്ചാവെന്ന് ചോദിക്കുന്ന ഒരു സാധനം, അതൊക്കെ ഉഗ്രം ടൈമിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒരു 3-4 കൗണ്ടറുകൾ നല്ല കൗണ്ടറുകളായിരുന്നു. പിന്നെ വന്ന് നസ്രക്ക പറഞ്ഞ പോലെ ഒരു റിഹേഴ്സലിൻ്റെ കുറവ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. പ്രദീപാണെങ്കിലും വന്ന് നിങ്ങളുടെ കോമ്പിനേഷനൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്തു. പക്ഷേ ഒരു ലാഗ് ഉണ്ടായിരുന്നു അവിടെ. അടുത്തതിൽ ഇത് നമുക്ക് മേക്കപ്പ് ചെയ്യണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഈ പറഞ്ഞ തുടക്കം വളരെ രസകരമായിട്ട് തുടങ്ങി. പ്രസാദിന്റെ ആ ഇരിപ്പും മനുവിന്റെ എൻട്രി, അത് കഴിഞ്ഞ സായന പ്രദക്ഷിണത്തിൽ ഭയങ്കരമായിട്ട് ഹൈ ആയി സാധനം. അത് കഴിഞ്ഞ് നിങ്ങൾ രണ്ടുപേരും ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നതിന് ശേഷം നമുക്ക് കാര്യം മനസ്സിലായി. അതായത് ഈ ഗുണ്ടനെ പിടിച്ചിട്ട്
എഴുത്തിനിരുത്താൻ പോവാണ്. അതും വളരെ ഫ്രഷ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. പ്രദീപ് വന്നിട്ടാണെങ്കിലും കുറച്ച് സമയങ്ങളിൽ നല്ല സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് പോയിട്ട് ഒരു കുട്ടിക്കളി പോലെ ഫീൽ ചെയ്തു. അതെനിക്ക് തോന്നുന്നു നിങ്ങൾക്കും അത് മനസ്സിലായെന്ന് തോന്നുന്നു. എങ്ങനെങ്കിലും നമുക്കിതുകൊണ്ടൊന്ന് തീർക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓടിക്കുന്നു. അതിനിടയ്ക്ക് ഗമപ എന്നുള്ള പാട്ടുമൊക്കെ ഇട്ടിരുന്നു ഓടിച്ചിട്ട് ലാസ്റ്റ് കൊണ്ടുവന്നു. എവിടേക്കോ അവിടെ മുതലൊക്കെ അങ്ങ് പോയിട്ട് ഒരു ഓർഡർ ഇല്ലാത്ത പോലൊക്കെ നമുക്ക് ഫീൽ ചെയ്തു. പക്ഷെ ഇനി അങ്ങനെ ചെയ്യരുത്. കാര്യം നിങ്ങൾ 3 പേരും കഴിഞ്ഞ സ്കിറ്റും അതിന് മുൻപിലത്തെ സ്കിറ്റും ഒക്കെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്ത് നല്ല മാർക്ക് മേടിച്ച് നല്ലൊരു ലെവലിൽ നിൽക്കുകയാണ്. അപ്പം അതിനൊരിക്കലും താഴേക്ക് പോകരുത്. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഉഗ്രം പൊട്ടിച്ചിരികളാണ് നിങ്ങളിന്ന് പ്രതീക്ഷിക്കുന്നത്. അത് താഴെ ഞങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് ഗംഭീര പൊട്ടിച്ചിരികളുമായിട്ട് അടുത്ത ടൈം വരണം. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഷാജു ചേട്ടാ. അപ്പൊ ഈ പെർഫോമൻസിന്റെ മാർക്ക് പ്രചോദേട്ടാ? ഞാൻ ഒരു 6 മാർക്ക് കൊടുത്തു. 6000 രൂപ. ഷാജു ചേട്ടാ? ഞാനും ഒരു 6000 മാർക്ക് കൊടുക്കും. ടോട്ടൽ 12000 രൂപ. നസീർക്ക? ബാക്കി ഇതാ 15000 രൂപ. ഇത് ഒരു എമൗണ്ടേ അല്ല. അടുത്ത പ്രാവശ്യം നമുക്ക് ഉഷാറായിട്ട് വരണം. ഓക്കെ, താങ്ക് യു ചേട്ടാ. താങ്ക് യു, താങ്ക് യു തക്കളോ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ ഇന്നത്തെ സമയം നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. പൂർണ്ണമായി. ഒരുപാട് ചിരിച്ചു, സന്തോഷിച്ചു, ഹാപ്പിയായി. മരുത് റോഡ് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഹരിത കർമ്മസേനയിലെ എല്ലാവർക്കും നമ്മൾ നല്ല കൈഡി കൊടുക്കണം. അപ്പോൾ ഈ സപ്പോർട്ടും ഈ കൈഡിയും അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾക്ക് വേണം. എന്നാ പിന്നെ നമുക്കങ്ങോട്ട് ഓക്കെ. ഒരുപാട് ചിരിക്കാനായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.